എറണാകുളത്ത് 8ാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിന് തുടക്കമായി. ഭാഗവതാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് ചിലർക്ക് സനാതന ധർമ്മത്തോട് അസഹിഷ്ണുതയെന്ന് സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. ശാക്തീകരണത്തിലൂടെ സർവൈശ്വര്യത്തിലേക്കെന്ന സന്ദേശം പകർന്നാണ് 8ാമത് ആറാട്ടുപുഴ ഹിന്ദു മഹാസംഗമത്തിന് തിരിതെളിഞ്ഞത്. ആറാട്ടുപുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് സ്വാമി മൃഡാനന്ദ നഗറിൽ നടക്കുന്ന സമ്മേളനം സ്വാമി ഉദിത് ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് ചിലർക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നത്. സനാതനധർമ്മം എന്നത് ഏതെങ്കിലും ജാതിയല്ല, അവനവനിലെ സത്യമാണ് സനാതനധർമ്മം. സനാതനധർമ്മത്തെ അവഹേളിക്കുന്നത് അവനവനെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു. സനാതനധർമ്മം എന്നൊരു പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സനാതനം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇത്രമാത്രം അസഹിഷ്ണുത ഇതിനോട് കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്. സനാതനം എന്നത് ഇവർ വിചാരിച്ചിരിക്കുന്ന ഏതോ ജാതി വ്യവസ്ഥയാണ് സനാതനം എന്നാണ്. സനാതനം എന്നത് ജാതി വ്യവസ്ഥയല്ല. സനാതനം എന്നത് അവനവന്റെ ഉള്ളിലുള്ള സനാതനമായൊരു സത്യത്തെക്കുറിച്ചാണ്. അവനവന്റെ ഉള്ളിലുള്ളതിനെയാണ് ഇവരൊക്കെ നിഷേധിക്കുന്നത്. അതായത് ആര് സനാതനത്തെ നിന്ദിക്കുന്നതോ അവനവൻ നിന്ദിക്കുന്നതിന് തുല്യമാണ്. പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, മലർന്നു കടന്ന് ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ഷേത്രോത്സവങ്ങളുടെ പ്രാധാന്യവും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയും പ്രഭാഷണം നടത്തി. വർത്തമാന കാലത്തിന്റെ സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് ചിന്തിക്കുമ്പോൾ അത്തരം കുല, ജാതി, സമുദായാദികളെ ദോഷയുക്തമായിട്ട് ഇന്നത്തെ സമൂഹം കണ്ടെന്നു വരും. അതൊക്കെ പറയുന്നത് തന്നെ എന്തൊരു നെറികേടാണെന്നോ ദോഷമാണെന്നോ ഒക്കെയുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ വർത്തമാനകാല സമൂഹത്തിൽ പറയാറുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ കടന്നു വന്നപ്പോൾ, ആവർത്തിക്കട്ടെ, കാലാന്തരത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഉച്ചനീചത്വങ്ങൾ കടന്നു വന്നപ്പോൾ ജാതി സമുദായ വ്യവസ്ഥകളൊക്കെ ദോഷയുക്തങ്ങളായി. ശരിയാണ്, നമ്മളും അതിനെ എതിർക്കുന്നു. സ്വാഗത സംഘം ചെയർമാൻ റിട്ടയർഡ് SP സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി ദീപപ്രജ്വലനം നടത്തി. ഞായറാഴ്ച വരെയാണ് ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. ജനം, തൃശൂർ.